അങ്ങനെ ഞങ്ങള് എവിടെയൊക്കെ പോയിട്ടാ നമ്മള് വട്ടവട എല്ലാം പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. അങ്ങനെ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അതിനു മുമ്പ് അതെ, നമ്മള് വരുന്ന വഴിയില് നമ്മുടെ ടീ ഫാക്ടറി കണ്ടു. ടീ ഫാക്ടറി കണ്ടിട്ട് അവിടെ നിന്ന് നമ്മള് ടീ മേടിച്ചിട്ടുണ്ട്. റിപ്പിളിന്റെ അവിടുത്തെ ഫാക്ടറിയിൽ നിന്ന് തന്നെ അവര് മേഡ് ചെയ്തിട്ടുള്ള ടീ ആണ് റിപ്പിളിന്റെ ടീ. ഇതെന്ന് പറയുന്നത് മറ്റേ എന്താണ്, തരിയായിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ആണ്. അവിടെ സാമ്പിളും ഉണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് കുടിച്ചിട്ട് മേടിക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. ഇതാ 250 രൂപയാണ് 500 ഗ്രാം. നല്ല ഒറിജിനൽ ടീ ആണ്. ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ടീയും കൂടെ വാങ്ങി. അത് അച്ഛന്റെ മമ്മിക്ക് വേണ്ടിയിട്ട്. മമ്മിക്ക് ഗ്രീൻ ടീ ആണ് മമ്മി കുടിക്കത്തുള്ളൂ. അപ്പം മമ്മിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ടീയും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പല വെറൈറ്റി തേയിലകളുണ്ട് അവിടെ, ഇഷ്ടംപോലെ വെറൈറ്റി. ഈ തേയിലകൾ തന്നെ അവർ ഫ്ലേവേർഡ് ചെയ്ത് ജിഞ്ചർ, ലെമൺ, പിന്നെ ജാസ്മിൻ, അങ്ങനെ കുറെ ഫ്ലേവർ ആക്കിയിട്ട് അവരങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മേടിക്കാം. ഗ്രീൻ ടീ, ലെമൺ ടീ, പിന്നീട് ഈ മസാലകള് എല്ലാം ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ പ്രോസസിംഗ് എല്ലാം നമുക്ക് അവിടെ കയറി കാണുകയും ചെയ്യാം. ഒരാൾക്ക് 170 രൂപയാണ് അകത്തേത്. നമുക്ക് ടീ പ്ലാന്റിൽ കയറി ഇതെല്ലാം കാണാനുള്ള ചാർജ് പറയാനായിട്ട്. ഞങ്ങള് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 3 വന്നപ്പോ ഞങ്ങള് ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. കണ്ണന്തേവനല്ല, അത് നമ്മള് കയറിയത് സൂര്യനെല്ലി ടീ ഫാക്ടറി ആണ്, കൊളുക്കുമല പോയ സമയത്ത്. ആ ഒരു തവണ നമ്മൾ കയറിയത് കൊണ്ടാണ്. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ടീ ഫാക്ടറി വിസിറ്റ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഫാക്ടറിയിൽ തന്നെയാണ് ഇത് സെയിൽ ചെയ്യുന്നത്. അതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നമ്മൾ അവിടെ തന്നെയാണ് വാങ്ങിയത്. നമ്മളിപ്പോൾ മൂന്നാർ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. മൂന്നാർ എത്തി. അപ്പോൾ ഈ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ ഇവിടെ വരുന്നവർക്ക് ബഡ്ജറ്റായിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് KSRTC ബസ് കൺവേർട്ട് ചെയ്ത റൂമൊക്കെ ആക്കി ഇട്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതാക്കിയാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിനകത്ത് ആരും സ്റ്റേ ഒന്നുമില്ല. അത് പരാജയപ്പെട്ടു എന്ന് കരുതുന്നു. ഇതേപോലെ അപ്പുറത്തും കുറേ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അതോ കിടക്കുന്നു. അത് സൂം ചെയ്ത് കാണിക്കണം, എങ്കിലേ കാണത്തുള്ളൂ. അപ്പുറത്ത് കണ്ടോ, എല്ലാം ഇപ്പോൾ ഒന്നും ആരും താമസമില്ല, ഒന്നുമില്ല. എല്ലാം ചുമ്മാ കാശ് പോയി എന്നൊരവസ്ഥയിലാണ്. ഇപ്പോൾ മൂന്നാർ ടൗണിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റെസ്റ്റോറൻറ്റ് തപ്പി, പക്ഷെ എവിടെ പാർക്കിംഗ് സ്ഥലമില്ല. 2:55 PM. അതെ, കോടയാണ്. ഇപ്പോഴാണ് ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി കോടയൊക്കെ ഇറങ്ങി. നമുക്ക് ഫുഡ് കഴിക്കേണ്ട റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയതായിരുന്നു. പക്ഷേ എവിടെയും പാർക്കിങ്ങിന് സ്ഥലമില്ല. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. അതുകൊണ്ട് നമുക്ക് എവിടെയും വണ്ടി നിർത്തി ഫുഡ് കഴിക്കാനും പറ്റില്ല. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കി പോവുകയാണ്. മൂന്നാറേക്കുള്ള റോഡിൻ്റെയൊക്കെ പണികൾ നടക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കുകയാണ്. നമ്മുടെ ബാക്കിലും വണ്ടികളൊക്കെ ഉണ്ട്. പാറകളെല്ലാം പൊട്ടിച്ച് മാറ്റുകയാണ്. പണികളെല്ലാം തകർന്നേ നടക്കുന്നുണ്ട്. എല്ലായിടത്തും റോഡിന് വീതിയൊക്കെ കൂട്ടി മൂന്നാറിലേക്കുള്ള യാത്രയൊക്കെ നല്ല അടിപൊളിയാക്കി ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചു. നെയ്ച്ചോറും ബീഫ് കറിയുമാണ് കഴിച്ചത്. കൊറേ വന്നിട്ടാ കണ്ടത്. ഒരു റെസ്റ്റോറന്റ് പോലും കാണുന്നില്ലായിരുന്നു. ഞങ്ങളപ്പോ വിചാരിക്കുകയും ചെയ്തു, അയ്യോ പെട്ടോ, കാരണം അങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞങ്ങള് അവിടുന്ന് കഴിച്ചൊരു ചിക്കൻ ബിരിയാണി പാഴ്സലും പറഞ്ഞു. കാരണം ഇന്ന് നൈറ്റ് കഴിക്കാനായിട്ട് ഡിന്നർ ഇവിടെ ഇല്ല, നമ്മുടെ റിസോർട്ടിലില്ല. വെജ് ഫ്രൈഡ് റൈസ് ആണ് ഉള്ളത്. വെജ് ഫ്രൈഡ് റൈസ് കഴിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത കാരണം ഞങ്ങൾ അതിന്റെ ഒരു ചിക്കൻ ബിരിയാണി മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം മതി. ഒരെണ്ണം ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് 2 പേർക്ക് അതൊക്കെ തന്നെ ധാരാളം. നമ്മൾ എന്തായാലും വലിയ ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കത്തില്ല. നമ്മൾ ലൈറ്റ് ആയിട്ടൊക്കെ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങള് ഇപ്പൊ റിസോർട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. അതെ, നമ്മളിപ്പോ ഒരു ലൊക്കേഷനിൽ എത്തും. അവിടെ നമ്മൾ വണ്ടി ഇട്ടിട്ട് അവിടെ പിന്നെ അവരുടെ ജീപ്പ് വരും. ജീപ്പിൽ കയറി ഓഫ് റോഡ് വഴിയാണ് പോകുന്നത്. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ജീപ്പിനകത്ത് കയറി നേരെ നമ്മൾ റിസോർട്ടിലോട്ട് പോകും. അവിടെ നല്ലൊരു റൂറൽ ഏരിയയിലാണ് ഇത് ഉള്ളത്, റിസോർട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നമ്മുടെ പറയുകയും ചെയ്തത് കഴിക്കാൻ സ്നാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി മേടിച്ചുകൊണ്ട് ചെല്ലണം. അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി കടയിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നല്ല ദൂരമാണ് കടകളെല്ലാം. അടുത്തൊന്നും കടകളോ ഒന്നുമില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ റിസോർട്ട് ഉള്ളത്. അങ്ങനെ നമുക്കിനി ഏകദേശം ഒരു 200 മീറ്റർ കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലൊക്കേഷനിൽ എത്താം. അവിടെ ഡ്രൈവർ കാണും. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഇതൊക്കെയാണ് നമ്മുടെ റിസോർട്ടിലോട്ടുള്ള വഴി. ഇതാണ് റിസോർട്ടിലേക്കുള്ള വഴി. ഒരുപാട് മുകളിലാണ്. ഇത് ഇവിടെ എവിടെയാണ് നമുക്ക് വണ്ടി ഇടേണ്ട സ്ഥലം. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. പാർക്കിംഗ് ഇതാണ്. നമ്മുടെ ജീപ്പ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി റിസോർട്ടിലോട്ട് പോവുകയാണ്. ജീപ്പിൽ കയറി നേരെ എങ്ങോട്ട് പോകുന്നു?
നല്ല റോഡാണ്, നല്ല വഴിയാണ്. ഇങ്ങോട്ടേ അങ്ങനെ നമ്മൾ ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ഫോണിൻ്റെ സ്റ്റോറേജ് മെമ്മറി ഫുള്ളായിപ്പോയി. അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഓഫ് റോഡിൻ്റെ നല്ലപോലെ എടുക്കാൻ പറ്റില്ല. ഇനി എന്തായാലും ഇവിടെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് അതും ജീപ്പിൽ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വീഡിയോസ് എടുക്കാം. ഇപ്പോൾ എന്തായാലും നമ്മൾ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. ഫുള്ള് ഏലത്തോട്ടമാണ്, ഏലക്കയാണ് ഫുള്ള്. ഈ ഏലത്തോട്ടത്തിൻ്റെ അകത്താണ് നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. നമ്മളിന്ന് എടുത്തിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഒരു സാധനം എന്താണെന്നില്ലേ നമ്മൾ കാണിച്ചു തരാം. നേരെ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഉണ്ടോ, ഇതാണ് ഞങ്ങളുടെ ട്രീ ഹൗസ് ആണ് വിചാരിക്കും, പക്ഷേ ട്രീ ഹൗസ് അല്ല, ഇതാണ് ഗ്ലാസ് ഹൗസ്. ഉണ്ടോ, ഒരാൾ അവിടെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നു. ഇത് നേരെ ഇനി നമ്മുടെ ഈ ഗ്ലാസ് ഹൗസ് കാണിച്ചു തരാം. ഉണ്ടോ, നേരെ കയറി വന്ന് ഡോറ് തുറന്നു കഴിഞ്ഞാൽ കർട്ടൻ മാറ്റി നേരെ കയറുന്നു. ഉണ്ടോ, ഇതാണ് നമ്മുടെ ഗ്ലാസ് ഹൗസ്. ഫുള്ള് എല്ലാ സൈഡും നമുക്ക് കർട്ടൻ, അയ്യോ ഉടക്കിയിരിക്കുകയാണ് കർട്ടൻ. കർട്ടൻ ഇങ്ങനെ എല്ലാ സൈഡും കർട്ടൻ മാറ്റിയിട്ട് ഉണ്ടോ, ഫുള്ള് കർട്ടൻ നമുക്ക് ഓപ്പൺ ചെയ്ത് തരാം. ഇവിടുത്തെ ഇതാണ് നമ്മുടെ ഗ്ലാസ് ഹൗസിൽ നിന്നുള്ള വ്യൂ. എന്താ ഫുൾ ഏലക്കാത്തോട്ടമാണ്. ആണ്ടേ ഇവിടെയാണ് പൂള് നമ്മുടെ. ഇതാണ്ട ഇത്, അതാണ് സ്വിമ്മിങ് പൂള്. അവിടെയും വേറെ കോട്ടേജുകളുണ്ട്. ഇതെല്ലാം ഫുള്ളാണ്. അവിടെ ടെൻറ്റ് ഹൗസ് ഉണ്ട്. അത് ട്രീ ഹൗസാണ്. നമ്മൾ ആദ്യമേ എടുക്കാനായിട്ടിരുന്നത് അതായിരുന്നു, ആ ടെൻറ്റ് ഹൗസ് ആയിരുന്നു നമ്മൾ ആദ്യം എടുക്കാനായിട്ടിരുന്നത്. പക്ഷേ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഗ്ലാസ് ഹൗസ് ആയതുകൊണ്ട് പിന്നെ നമ്മളത് മാറ്റി ഈ ഗ്ലാസ് ഹൗസ് എടുത്തു. ഉണ്ടോ, പിന്നെ ഇവിടെ ഒരു ഫയർ പിറ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവർ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും മഴയാണിപ്പോൾ, അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂളിലും ആളുമുണ്ട്. അതെ, അത്യാവശ്യം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ക്യാമ്പ് ഫയർ ഒന്നും നടക്കത്തില്ല. പകരം നമുക്കിത് റൂം ടൂർ നടത്താം. ഉണ്ടോ, ഇവിടെ തന്നെ വലിയൊരു മിററുണ്ട്, സൈഡ് മിറർ. ഉണ്ടോ, നിനക്ക് മുഖം നോക്കി തൃപ്തി അടയാം. അതെ, വാഷ്റൂമുണ്ട്. വാഷ്റൂം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിയ വാഷ്റൂം തന്നെയാണ്. ഷവറില്ല. ഗ്ലാസ് ഹൗസ് ആയിട്ടായിരിക്കും. ഹോട്ട് വാട്ടർ ഉണ്ടോ? ഹോട്ട് വാട്ടർ ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ. എൻ്റെ വയറ് ഞെക്കി പിടിക്കണ്ട, അതൊക്കെ നമ്മൾ കുറയ്ക്കും. പിന്നെ നല്ല അടിപൊളി ലൈറ്റും എല്ലാം ആയിട്ട് അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? നമ്മുടെ റൂമിൽ, നമ്മുടെ ഗ്ലാസ് ഹൗസിൽ. അതെ, ഇനിയിപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷനപ്പൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പൂളിൽ പോയി ഇറങ്ങും. പൂളിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ എക്സ്ട്രാ ബെഡായിരിക്കും. പൂളിൽ ഇറങ്ങിയ ശേഷം നമ്മൾ പിന്നെ നേരെ തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇന്ന് കിടന്ന് ഉറക്കമായിരിക്കും. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ പുറത്ത് നോക്കിയ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ടൊക്കെ ഇറങ്ങിയതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രോപ്പർട്ടി, അതായത് എന്തോന്ന് സ്റ്റോൺ ഹൗസ്. പിന്നെ അതാ ഫുള്ള് ഏലത്തോട്ടമാണ് ഇവിടെ. എന്തായാലും പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഒരുങ്ങി നിന്നത്. അപ്പോൾ പൂളിൽ നിറയെ അതെ ജെനി, പേരൊന്നും കാണുന്നില്ല, പേര് കാണുന്നില്ല. വിക്കി നോക്കട്ടെ. ജെനി, പിന്നെ ഞാൻ എൻ്റെതുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് മാത്രം. അതാണ് നമ്മൾ 31 എന്ന് പറയുന്നത്. ഇവളുടെ ഫസ്റ്റ് ഇവളുടെ ഇതിനകത്ത് 1 എന്ന് പറയുന്നത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അതങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ക്യാമറ കാണുന്നവർക്ക് ഹൈ, മേളിൽ CCTV ക്യാമറ. ജസ്റ്റ് പ്രോപ്പർട്ടിക്കകത്തുള്ള ഈ ഏലക്കാത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഉണ്ടോ? ഓ അടിപൊളി. ഇവിടെ നിന്നുള്ള വ്യൂ, ഈ മരങ്ങളും, അതെ നല്ല കോടയുണ്ട്, നല്ല കോടയാണ് ഇവിടെ. കോട ഇറങ്ങിയിരിക്കുന്നതാണ് ഇത് ഫുള്ള്. ചെറിയ മഴയും ഉണ്ട്. ഇവിടെ ധാരാളം കിളികളുടെയും ഒച്ച കേൾക്കാം. കിളികളും അണ്ണാനും എല്ലാം ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. എന്തായാലും നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ തന്നെയാണിത്. ഏലക്ക പിടിച്ചെടുക്കുന്നത് എല്ലാം വിളഞ്ഞിട്ടില്ല, എല്ലാത്തിലും ഉണ്ട് ഏലക്ക. ഉണ്ട് എല്ലായിടത്തും ഇഷ്ടം പോലെ ഫുള്ള് ഏലക്കത്തോട്ടമാണല്ലോ. ഫുള്ള് ഏലക്ക എല്ലാം പിടിച്ചെടുക്കണം. പക്ഷേ ഇതിന് വിളവെടുക്കാനുള്ള ടൈം ആയിട്ടില്ല, എല്ലാം പച്ചയാണ്. എന്താണ് അതിൽ പണ്ടൊക്കെ നമ്മുടെ അവിടെ കാണാറുണ്ടായിരുന്നുള്ളൂ. ശരിയാണ്, ഇപ്പം കാണുന്നില്ല നമ്മളിലൊന്നും. അതെ, പിന്നെ നീ എന്താ വിചാരിച്ചത് വാഴയിലാണെന്ന്? ആണ് ഇവിടെയുള്ള വേറൊരു പ്രോപ്പർട്ടി, എ ഫ്രെയിം ഹൗസ്. പക്ഷെ അവിടെയും ഗസ്റ്റ് ഉണ്ട്. ഇവിടെ ഫുള്ള് പ്രോപ്പർട്ടികളിൽ 2 ഒഴികെ ബാക്കി എല്ലായിടത്തും ഗസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ അകത്തോട്ട് കയറുന്നില്ല. ഉണ്ടോ? ഇതേപോലെ നല്ല എല്ലാം യുണീക്കായിട്ടുള്ള സ്റ്റേകളാണ്, റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഇത് ചെറിയൊരു കോട്ടേജ് പോലെ ഉണ്ടോ? എല്ലാം നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്തായാലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊന്ന് താമസിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇത്. ഇതാണ് ഒരെണ്ണം, ടെൻ്റാണിത്. ജസ്റ്റ് ട്രീ ഹൗസ് പോലെ ടെൻറ്റ് പണിഞ്ഞ് വെച്ചിരിക്കുന്നു. ട്രീ ഹൗസായിട്ട് ഫുള്ള് ടെൻറ്റാണ്. നമ്മൾ ആദ്യമേ ഇതായിരുന്നു എടുത്തിരുന്നത്. പിന്നെ ഗ്ലാസ് ഹൗസ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഗ്ലാസ് ഹൗസ് എടുത്തു. പക്ഷെ ഇപ്പോൾ അവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോകാം. അവിടെ ഗസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഉറക്കമൊക്കെ എണ്ണീറ്റ് വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്താണെന്ന് കാണണം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മൂന്നാർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഫൈനലായിട്ട് ഗ്യാപ് റോഡ് വന്നു. അതെ, ഗ്യാപ് റോഡ് വന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. ഇരവികുളത്ത് പോയി, പിന്നെ ഞങ്ങൾ റിപ്പിൾ വാട്ടർഫാൾസിൽ പോയി, അവിടെ സിപ്പ് ലൈനൊക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോസ് പിറകെ ഇടും ഞങ്ങൾ. വീഡിയോസൊക്കെ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്, ഉള്ളതെല്ലാം ആഡ് ചെയ്തേക്കാം. ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കുക, നേരെ തിരിക്കുക. ഇപ്പം മണി 4 കഴിഞ്ഞു. മൂന്നാർ ഇവിടെ വിരാമം. അതെ, ഇപ്പം മണി 4 കഴിഞ്ഞു. ഇനി വേണം എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് തപ്പി ഫുഡ് കഴിക്കുക. ഇവിടെ മൂന്നാർ ടൗണിലൊക്കെ റെസ്റ്റോറൻറ്റ് വളരെ കുറവാണ്. ഉള്ള റെസ്റ്റോറൻറ്റുകളിലാണെങ്കിൽ പാർക്കിങ്ങും ഇല്ല. കൂടുതലുള്ളത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളാണ്. നോൺ വെജ് റെസ്റ്റോറൻറ്റൊക്കെ 2-3 ഒക്കെ ഉള്ളൂ. പക്ഷെ പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഭയങ്കര പാട്. അതുകൊണ്ട് ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല. മണി 4 കഴിഞ്ഞു. ഇനി വേണം പോയി ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അതെ, നേരെ ഇനി പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അതെ, എന്തെങ്കിലും പ്ലാനുകൾ ഇൻ ബിറ്റ്വീൻ വന്നാലേ ഉള്ളൂ. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പം ഞങ്ങളുടെ ഈ വ്ളോഗൊക്കെ ഞങ്ങൾ തൽക്കാലം ഇവിടെ തിരുന്നു. ഇനി അടുത്ത വ്ളോഗ് എപ്പോഴിടും, എന്ത് ചെയ്യും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.